+1 സീറ്റ് ക്ഷാമത്തിൽ ചർച്ചയ്ക്ക് ഒരുങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. SFI അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് മന്ത്രിയുടെ ഈ തീരുമാനം. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ +1 സീറ്റ് പ്രശ്നം അത് വെറുതെ കുത്തിപ്പൊക്കുന്നതാണ്, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ റിസൾട്ട് മലപ്പുറത്ത് ഉണ്ടായി, കൂടുതൽ ആളുകൾ അവിടെ ജയിച്ചു, അതുകൊണ്ടുണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നതോടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നു. അതല്ലേ സത്യാവസ്ഥ? ശാലിനി കേൾക്കാമെങ്കിൽ, വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവിടെ +1-ൻ്റെ പ്രശ്നങ്ങൾ വെറുതെ കുത്തിപ്പൊക്കുന്നതാണ്, അവിടെ സീറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടായിട്ടുള്ളത് SSLCക്ക്, അതുകൊണ്ട് സ്വാഭാവികമാണ് ഇത്തരം വിഷയങ്ങൾ, ഇത് മനഃപൂർവ്വം പ്രതിപക്ഷം കുത്തിപ്പൊക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി രംഗത്ത് വന്നതോടെ മന്ത്രിക്ക് വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നു. അതല്ലേ സത്യാവസ്ഥ? ശാലിനി. വിനോദ്, സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ച് മലബാർ മേഖലയിലടക്കം വിദ്യാർത്ഥികൾ ദുരിതത്തിലാണ് എന്നുള്ള വാർത്തകൾ പ്രതിപക്ഷമടക്കം ഉയർത്തിക്കാണിക്കുന്നു. ഒപ്പം തന്നെ നിയമസഭയിലടക്കം ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്കെത്തുന്ന സാഹചര്യം. ഇതിന് പിന്നാലെയാണ് MSF-ഉം KSU-ം SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും വിശദീകരണവുമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് നിലവിൽ സീറ്റ് പ്രതിസന്ധിയില്ല, +1 ക്ലാസുകൾ നാളെ ആരംഭിക്കാനിരിക്കെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റുകൾ ഉറപ്പാക്കും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ SFI അടക്കം സംസ്ഥാനത്ത് സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്നത്. ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SFI കൂടി പ്രതിഷേധം ശക്തമാക്കിയതോടെ മന്ത്രിയുടെ തീരുമാനത്തിന് അയവുണ്ടാകുന്നു. ഒപ്പം തന്നെ ഒരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം വിളിക്കാനും ചർച്ച നടത്താനും വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. ആനെക്സ് 2-ൽ മന്ത്രിയുടെ ചേംബറിലായിരിക്കും ഈ ചർച്ച എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടനകളടക്കം പരാതി അറിയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായ ഒരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ വിവിധ വിദ്യാർത്ഥി സംഘടന അടക്കം ഉന്നയിച്ചിട്ടുള്ള പരാതികൾ, പ്രശ്നങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും ചെയ്യും. അതിനുശേഷം ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കാൻ, +1 ക്ലാസുകൾ ആരംഭിക്കാനിരിക്കുമ്പോൾ 3 ലക്ഷത്തിൽ അധികം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, ഏകദേശം 3,22,000-ൽ അധികം വിദ്യാർത്ഥികൾ മാത്രമാണ് സീറ്റ് ലഭ്യമായി ക്ലാസുകളിലേക്ക് എത്തുന്നത്. ബാക്കി ഉന്നത വിജയം ലഭിച്ച മുഴുവൻ A+കളും ലഭിച്ച വിദ്യാർത്ഥികളടക്കം പുറത്തു നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ശക്തമാക്കിയത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഡയറക്ടർ അടക്കം ഉപരോധിക്കുകയും പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ എത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ മന്ത്രി തയ്യാറെടുക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനയായ SFIക്ക് മുൻപിൽ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുട്ടുമടക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഈ ഒരു ചർച്ചയ്ക്ക് വിളിക്കലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, അതാണ് ശാലിനി, കൃത്യമാണ് വിവരങ്ങൾ. കാരണം ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അദ്ദേഹവും SFIയുടെ പഴയ നേതാവ് തന്നെയാണ്. ആ മന്ത്രിക്കെതിരെ SFI തന്നെ സമരവുമായി രംഗത്ത് വരുന്നുവെന്ന് അറിഞ്ഞതോടെ മന്ത്രി എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും, SFI, KSU, ABVP അടക്കമുള്ള MSF അടക്കമുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും 25-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. +1 സീറ്റ് പ്രവേശനത്തിൽ അങ്ങനെ വിഷയമുണ്ട് എന്ന് മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ഇന്നലെയാണ് ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, പ്രതിപക്ഷം വെറുതെ കുത്തിപ്പൊക്കുന്നതാണ് എന്ന് പറഞ്ഞ അതേ മന്ത്രിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.